രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഐഷു ബേബി അപ്പയുടെ കൂടെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ആൾക്ക് ഉറങ്ങണം. മേടി പോയിട്ട് കെട്ടിപ്പിടിക്കണോ? ഒച്ചോ ഉറങ്ങാറായിട്ടില്ല. പക്ഷെ നമുക്കറിയാലോ ഈ ഉറക്കം എത്രത്തോളം പോകും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉറങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആള് മമ്മേനെ കൊണ്ട് നേരെ മേളിലേക്ക് പോയി. അപ്പൊ ഞാനും വിചാരിച്ചു കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ വരുന്നു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ. ഗായ്സ്, ഉറങ്ങാൻ പോയ കുട്ടിയല്ലേ ഇത്? ഉറങ്ങണില്ലേ? നീ കൂടെ പോകണ്ട? എന്താ വേണ്ടത്? ഉറക്കവും കഴിഞ്ഞല്ല അവിടെ പോയി ഡാഡി എടുക്കണോ? മമ്മ എന്ത് ചെയ്യാ? മമ്മ ക്ലീൻ ചെയ്യാണ്. പറഞ്ഞേ, ക്ലീൻ ചെയ്യണല്ലേ മമ്മ? മമ്മ വീട് ക്ലീനിങ്, നമ്മൾ കളിക്കാൻ പോകുന്നു. അപ്പൊ മമ്മ പയ്യെ ക്ലീനിങ് തുടങ്ങി. ഞങ്ങൾ നേരെ താഴേക്ക് വന്നു കളിക്കാൻ വേണ്ടി. അപ്പൊ ആമി ചേച്ചി, ഇതാണ് ഞങ്ങളുടെ ആമി ചേച്ചി. ആമി ചേച്ചിയാണ് ഇവിടുത്തെ ഐഷു ബേബിയുടെ കൂട്ട്. അപ്പൊ എപ്പോഴും ആമി ചേച്ചിയുടെ വീട്ടിൽ പോകണം, ആമി ചേച്ചിനെ കാണണം, ആമി ചേച്ചിയുടെ അടുത്ത് പോകണം, ആമി ചേച്ചി സ്കൂളിൽ പോയാന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞാണ് ആൾ ഇവിടെ നിന്ന് ഓരോന്നും പറഞ്ഞ് പുറത്തേക്ക് പോണത്. അങ്ങനെ ആമി ചേച്ചി വന്നത് പ്രമാണിച്ച് ആമി ചേച്ചിയുടെ കൂടെ കുറച്ചു നേരം അങ്ങോട്ട് പോയി കളിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോഴേ അമ്മാമ്മയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുവാണ് ആള്. അപ്പൊ വീട്ടിലെത്തിയപ്പോ വീണ്ടും ഡാഡാ വെക്കണം എന്ന് പറഞ്ഞ ആളിങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കൊച്ചിന്റെ വണ്ടിയിൽ കയറി ഒരു സവാരിയും അങ്ങോട്ട് നടത്തി. അപ്പൊ മമ്മ മേളിൽ ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും കൂടിയാണ് കളിച്ചോണ്ടിരുന്നത് ചേട്ടോ. എന്താ വേണ്ട? എടുക്കണില്ല. എന്താ വേണ്ട കഴിക്കാൻ? കരളോപ്പം എടുക്കട്ടെ? ഓക്കെ പറ, എടുക്കണോ? കടയിൽ പോയിട്ട്. അപ്പൊ ഞാനൊന്ന് കടയിലേക്ക് പോകാറിയപ്പോ ആള് പോകണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ഞാൻ ശനിയാഴ്ചയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത ആൾ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കാറൊക്കെ ഓടിച്ച് ഇങ്ങനെ കളിച്ച് കുട്ടികൾക്ക് എപ്പോഴും ഈ പുതിയ കളികളാകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. അവർക്ക് ഭയങ്കര ഉത്സാഹമാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ കാറിന്റെ പരിപാടി ഞങ്ങൾ ജസ്റ്റ് തുടങ്ങിയുള്ളൂ, അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി കുറച്ച് ദിവസം ഇതും കൊണ്ട് ഓടിക്കോളും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. ഒരു 3-4 ദിവസത്തേക്കൊക്കെ മാക്സിമം അവരുടെ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് അടുത്ത എന്തെങ്കിലും കളികളോ എന്തെങ്കിലും കൊണ്ടുവരിക, അത് കഴിഞ്ഞ് വീണ്ടും മാറ്റുക. അപ്പോഴത്തേക്കും ക്ലീനിങ് കഴിഞ്ഞ് മമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി മമ്മയും കൂടി പിന്നെ കുറച്ചു നേരം കളിയായിരുന്നു. അപ്പോൾ അവരും ആ ചെറിയ വണ്ടിയിലൊക്കെ ഇരുന്ന് കുറച്ചു നേരം അങ്ങാടും ഇങ്ങാടും കറക്കും ഓട്ടോ ഒക്കെ ആയിരുന്നു. ഞാൻ കടയിലൊക്കെ പോയി വന്നപ്പോഴത്തേന് ഇത്തിരി ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തേക്ക് വാങ്ങിയ കറി ആ സമയത്ത് റെഡി ആയില്ല. അപ്പോൾ നമുക്ക് കൊച്ചിന് ഇന്ന് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ചോറും കടച്ചക്കയും പിന്നെ ഒരു മുട്ട ഓംലേറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയാണ് ചോറ് കൊടുക്കുന്നത്. ഈ ഒരു പെട്ടി, ഇത് ഏതോ ഒരു ടോയുടെ എന്തോ ഒരു പെട്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അപ്പുറത്തുനിന്ന് പെറുക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിന്റെ കഴിപ്പ് ഈ പെട്ടീനെ അപേക്ഷിച്ചാണ്. പിന്നെ ആൾക്ക് എന്തെങ്കിലും മതിയായി കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തൊരു ഒറ്റ ഏറാണ്. ഇതുപോലെ. പിന്നെ ഈ ഒരു ഏജിന്റെ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു ഏജിലെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഐഷു ബേബി അതെ നമ്മൾ കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്നുണ്ട്, ആൾക്ക് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് എപ്പോഴും. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ മുട്ട ഇത് ചെറിയ പീസുകളാക്കി കഴിക്കാൻ ആൾക്ക് പറ്റില്ല. എങ്കിൽ പോലും ആൾക്കത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു ത്വര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയാണ് ആള് ഈ മുട്ട ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അങ്ങനെ ഓപ്പറേഷൻ ഓംലേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുട്ടയിൽ നിന്ന് വീണ്ടും ചോറിലേക്ക് വന്നപ്പോൾ ആൾക്ക് പിന്നെയും വേണ്ട എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാം പാളുന്ന അവസരത്തിൽ എൻ്റെ ഒരു ചെറിയ അടവുണ്ട്, ഒരു 18ാമത്തെ അടവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലുമൊക്കെ കഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഉറുമ്പായിരുന്നില്ല താഴെ, അവിടെ ഉറുമ്പായിരുന്നു. അപ്പൊ നമ്മളെന്താ ചെയ്ത്, ഡാഡ പോയിട്ട് ഒരു സ്പ്രേ എടുത്ത് മറ്റേ ഉറുമ്പുകൾക്ക് ഇങ്ങനെ അടിക്കുന്ന ഒരു സാധനമില്ലേ ബേബി കണ്ടില്ല ഡാഡി ഇങ്ങനെ കാണിക്കണത് എന്ന് പറഞ്ഞു. ആ സ്പ്രേ എടുത്തിട്ടേ ആ സ്പ്രേ കൊണ്ട് നമ്മുടെ മാവിലും പ്ലാവിലും പിന്നെ നമ്മുടെ റംബൂട്ടാനിലും അടിച്ച് ഉറുമ്പൊക്കെ ഓടി. അത് കഴിഞ്ഞിട്ടില്ലേ എന്ത് പകുതി പോലും ആയിട്ടില്ല ചോറ്. കൊച്ചു ചന്ന കഴിക്കുമല്ലോ, കാണിച്ചു കൊടുത്തേ. ഇതിലേക്ക് വാരിയില്ലെന്നാ കൈക്കുള്ള പിന്നെ ചൂടൊന്നുമില്ല ഇവിടെ. ഇത് വാരിനകത്തോട്ടെ വായിലിട്ട് പ്രോസസ് ചെയ്യുന്നു. അച്ഛനും അമ്പ ഇട്ടു അങ്ങനെ ഏതാ എന്താണത്?
ഇത് ഏത് ലോകം? എടി ഇളകല്ലേ, ഒരു പെണ്ണെ നിർത്ത്. എന്താ അറിയണത്? ചോറ് കഴിക്ക്. ഇത് ഏത് ലക്ഷ്മി കുട്ടിയാണത്? എന്ത് സാധനമാണത്? അതാ എന്നാ വേണ്ടെന്ന് പറയാ, വേണ്ടെങ്കിൽ മതിയായ കഴിക്കേ. അങ്ങനെ ഉച്ചക്കത്തെ മിഷനും ഫെയിലായിട്ടുണ്ട്. മുഴുവൻ ചോറൊന്നും കഴിച്ചിട്ടില്ല, ബാക്കിയുണ്ട്. പൂപ്പണോ? ഉറപ്പാണോ? ശരിക്കും? എന്നാ വാ കൊണ്ടിരുന്ന വാ വാ വാ. ഇങ്ങനെ ഇടയ്ക്ക് ആള് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പറയാറുണ്ട് കേട്ടോ പൂപ്പണമെന്ന്. അപ്പം അങ്ങനെ നമ്മൾ കൊണ്ട് പോട്ടിയിലിരുത്തും. ഇതോടുകൂടി ഇന്നത്തെ ഇവിടുത്തെ പൂപ്പൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടാ ഇവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞോ? ഇനിയും പൂപ്പണോ? ചോറ് കഴിക്കലും പൂപ്പലും ഒക്കെ കഴിഞ്ഞപ്പോൾ നേരെ കൊണ്ട് കൊച്ചിനെ കുഞ്ഞമ്മയുടെ കൊടുത്തു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് TV കാണിക്കുന്നുണ്ട് നമ്മള്. ആൾക്ക് ഡാൻസ് വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് അങ്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറിനോ നമുക്ക് ചോറണ്ടേ. ഗുഡ് നൈറ്റ് പറ. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആള് ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. ഇത് ശരിക്കുള്ള ഉറക്കമുണ്ടോ? അങ്ങനെ കുറച്ചു നേരം ഉറങ്ങി ഒരു 5 മണിയൊക്കെ ആയി തോന്നുന്നു. അപ്പോഴാണ് ആള് എഴുന്നേക്കുന്നത്. ഉറങ്ങുമ്പോൾ അപ്പയാണ് കൂടെ കിടക്കാറുള്ളത്. ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടക്കും. അത് കഴിയുമ്പോൾ അപ്പേനെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തും. അപ്പോൾ ആള് നേരെ താഴെ വരുന്നു. നമ്മൾ വീണ്ടും ഒന്ന് പീ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ടിയിലേക്ക് ഇരുത്തുവാണ് ആളെ. ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം കേട്ടോ. നമ്മൾ കുറെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വേണം ആളെ ഇതിനകത്ത് ഇരുത്താൻ. ഒറ്റയടിക്കൊന്നും ആളങ്ങനെ ഇരിക്കുമൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതായിരിക്കണം ഇരിപ്പ് നോക്കി ആള് ഉറക്കപ്പിച്ചിട്ടിരിക്കുവാണേ. അപ്പോൾ ജസ്റ്റ് ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് മാറി മുഖമൊക്കെ കഴുകി ഒന്ന് റെഡിയായി വന്നിട്ട് ഒരു ചെറിയ ഡേറ്റ്സും കൂടി കൊടുക്കും നമ്മൾ. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഒരു ഈവനിങ് വാക്കാണ്. അപ്പോൾ ഈവനിങ് വാക്കിനായിട്ട് പോകുന്നത് അടുത്തുള്ള പറമ്പിലും അടുത്തുള്ള വഴിയിലും അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈ വാക്കിൽ ഉള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ ബൈ ബൈ.